ഹായ് ഗൈസ്, അപ്പോൾ ഇതെൻ്റെ തനുക്കുട്ടൻ്റെ ബർത്ത്ഡേയുടെ വീഡിയോ ആണ് കേട്ടോ. ബർത്ത്ഡേയുടെ തലേ ദിവസം നമ്മൾ ഉച്ചയ്ക്ക് ആയപ്പോഴേ എൻ്റെ അമ്മയുടെ വീട്ടിൽ പോയി നമ്മൾ കേക്കൊക്കെ ഉണ്ടാക്കിയാണ് തനുക്കുട്ടനെ പിറ്റേന്ന് കട്ട് ചെയ്യാൻ വേണ്ടി. അപ്പോൾ തനുക്കുട്ടൻ്റെ ഒന്നാമത്തെ ബർത്ത്ഡേക്കും ഫസ്റ്റ് ബർത്ത്ഡേക്കും നമ്മൾ ഇതേപോലെ കേക്ക് ഉണ്ടാക്കിയതാണ് കേട്ടോ. അപ്പം നമ്മൾ കരുതി തേർഡ് ബർത്ത്ഡേക്കും കേക്ക് ഉണ്ടാക്കാമെന്ന്. അവളെ സെക്കൻഡ് ബർത്ത്ഡേക്ക് നമ്മൾ കേക്ക് വാങ്ങിച്ചതാണ്. എൻ്റെ വ്ളോഗ് കാണുന്നവർക്ക് അറിയായിരിക്കും ഞാൻ പോയതും വാങ്ങിച്ചതും എല്ലാം ഞാൻ എൻ്റെ മോളുടെ ബർത്ത്ഡേയുടെ വീഡിയോയിൽ ഞാൻ ആഡ് ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ അവളത്തെ ഓരോ കാര്യം ചോദിച്ചിട്ടാണ് ഉണ്ടാക്കണത് കേട്ടോ. ഇതാർക്കാണെന്നൊക്കെ ചോദിക്കുകയാണ്. അപ്പം അവൾ പറയാണ് അത് അവളെ ബർത്ത്ഡേ ആണെന്നൊക്കെ പറയണം കേട്ടോ. അപ്പം നമ്മൾ 2 ലെയറായിട്ട് കേക്ക് ഉണ്ടാക്കാനാണ് പ്ലാൻ ഗൈസ്. 2 തട്ടായിട്ട് ഏറ്റവും താഴെ ഒരു വലുതും അതിൻ്റെ മുകളിൽ ഒരു ചെറിയ ഇതായിട്ട് നമ്മൾ ഉണ്ടാക്കാനാണ് പ്ലാൻ ഗൈസ്. ഇത് കേക്കിൽ വയ്ക്കാനുള്ള കുഞ്ഞു കുഞ്ഞു റിബൺ ഞാൻ പോയിരുന്ന് ഉണ്ടാക്കുകയാണ് കേട്ടോ. പിന്നെ റിബണൊക്കെ ഇതൊക്കെ ഇതിൻ്റെ ഐഡിയ ആണ് ഗൈസ്. ഇങ്ങനെ ബർത്ത്ഡേക്ക് അവൾക്ക് ബ്ലാക്ക് കളർ ഡ്രസ്സായിരുന്നു. ബ്ലാക്ക് റിബണിന് വേണ്ടി ഞാൻ കുറേ എടുത്ത് പോയി, പക്ഷെ ബ്ലാക്ക് റിബൺ എനിക്ക് കിട്ടിയില്ല. അങ്ങനെ എനിക്ക് ബ്ലൂ കളർ റിബണാണ് കേട്ടോ കിട്ടിയത്. അപ്പോൾ ആ കളർ റിബൺ മേടിച്ച് അഡ്ജസ്റ്റ് ചെയ്യാമെന്ന് കരുതി. അങ്ങനെ ഇങ്ങനെ കുഞ്ഞു കുഞ്ഞു റിബണൊക്കെ ഉണ്ടാക്കി ഫുള്ളും ഇതിൻ്റെ ചുറ്റും ഫുള്ളും നമ്മൾ ഇങ്ങനെ സെറ്റ് ചെയ്തെടുത്തു ഗൈസ്. ഇതാണ് ഗൈസ് നമ്മുടെ കേക്കിൻ്റെ ഫൈനൽ ലുക്ക് കേട്ടോ. പോയി വാങ്ങണേനെക്കാട്ടി ഇങ്ങനെ ഉണ്ടാക്കുമ്പോൾ കുറേ കാര്യങ്ങളൊക്കെ നമുക്ക് ഓർമ്മയിരിക്കും കേട്ടോ. ഇത് അവളെ ബർത്ത്ഡേ തലേ ദിവസം തന്നെയാണ് ഗൈസ്. അവളെ ഡ്രസ്സിന് മാച്ചായിട്ടുള്ള നെയിൽ പോളിഷൊക്കെ നമുക്ക് ഇട്ട് കൊടുക്കാൻ വേണ്ടിയാണ്. ഇത് അവളെ മമ്മിയാണ് കേട്ടോ, ഇതെൻ്റെ അനിയത്തിയാണ് ഗൈസ്. അപ്പോൾ അവളെ മമ്മി അവളെ കുഞ്ഞു വിരലുകളിൽ നെയിൽ ആർട്ട് ചെയ്യാണ് കേട്ടോ. ബ്ലാക്ക് കളറിൽ സിൽവർ കളർ ഗ്ലിറ്ററൊക്കെ വെച്ചിട്ടാണ് ചെയ്യണത്. അവളിങ്ങനെ അടങ്ങി നിൽക്കാൻ ഭയങ്കര മടിയാണ്. എങ്കിലും ഈ നെയിൽ പോളിഷൊക്കെ ഇടാനും ഒരുങ്ങാനും അതിനൊക്കെ അവൾക്ക് ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ. അങ്ങനെ നിൽക്കുകയാണ് ഗൈസ്. കണ്ടിട്ടായോ? ഗൈസ് അങ്ങനെ നെയിൽ ആർട്ടൊക്കെ ചെയ്ത് കഴിഞ്ഞിട്ട് അവൾ വീട്ടിൽ പോയി. ഒരു 12 മണിയൊക്കെ ആയപ്പോൾ തനുക്കുട്ടന് ചെറിയൊരു സർപ്രൈസ്, ഒരു ഗിഫ്റ്റൊക്കെ കൊടുക്കാമെന്ന് കരുതി നമ്മൾ തനുക്കുട്ടനെ വിളിക്കാൻ പോവുകയാണ് കേട്ടോ. അവളെ റൂമിലാക്കി ഫോണും കൊടുത്തിട്ടാണ് നമ്മളിതെല്ലാം സെറ്റ് ചെയ്യണത്. ഇപ്പോൾ ഒരു 12 മണിയായി കാണും. ഇപ്പോൾ തനുക്കുട്ടനെ പോയി വിളിക്കുകയാണ് കേട്ടോ. തനുക്കുട്ട എണീറ്റ് വാ എന്നൊക്കെ പറഞ്ഞു. വീട് ഇഷ്ടപ്പെട്ടാ? അപ്പച്ചിക്കില്ലേ? അപ്പച്ചിക്കില്ലേ? ഗൈസ് അങ്ങനെ നമ്മൾ പ്ലാൻ ചെയ്തത് അവൾക്ക് ഈ ഗിഫ്റ്റൊക്കെ കൊടുത്തിട്ട്, ഈ ഗിഫ്റ്റ് കൊടുക്കാൻ ഒരു പ്രധാന കാരണമുണ്ട്. ഇവൾക്ക് എപ്പോഴും ഇങ്ങനെ വീട് വേണമെന്ന് എപ്പോഴും പറയും. ഇങ്ങനെ അവളെ മേറ്റൊക്കെ എടുത്ത് ഇങ്ങനെ വീട് പോലെയൊക്കെ വെച്ച് കളിച്ചുകൊണ്ടിരിക്കണം ഞാൻ കാണാറുണ്ട്. അപ്പോൾ ഞാൻ കരുതി അവൾക്കൊരു വീട് തന്നെ കൊടുക്കാമെന്ന്. അങ്ങനെ അവൾക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട മുട്ടായി ഡയറി മിൽക്കിൻ്റെ ബബിളിയും പിന്നെ കിൻഡർ ജോയാണ് ഇഷ്ടം കേട്ടോ. അപ്പോൾ ഇത് 2 ഞാൻ വാങ്ങിച്ചു വെച്ച്. പിന്നെ ഞാൻ വാങ്ങിച്ചു വെച്ചത് മിൽക്ക് കേക്ക് ഉണ്ടല്ലോ, മിൽക്കി കേക്ക്, അതാണ് ഞാൻ വാങ്ങിച്ചത് കേട്ടോ. അപ്പോൾ അവൾക്ക് ആ കേക്ക് നല്ല ഇഷ്ടമുണ്ട്. അങ്ങനെ ഞാൻ ആ കേക്ക് വാങ്ങിച്ചു. എന്നിട്ട് ഞാനും ഏട്ടനും തനുക്കുട്ടനും കൂടെ കേക്കൊക്കെ കൊടുക്കുകയാണ് കേട്ടോ. കേക്ക് അവൾ തന്നെത്താനെ കഴിക്കാമെന്ന് പറയാണ്. കേക്കൊക്കെ ഗൈസ് അവൾക്ക് ഏറ്റവും കൂടുതൽ കഴിക്കാൻ ഇഷ്ടം കേക്ക്, ലഡു, മുട്ടായി, ഇങ്ങനത്തെ ഈ സ്വീറ്റ് ആയിട്ടുള്ള ഐറ്റംസാണ് അവൾക്ക് കഴിക്കാൻ ഏറ്റവും ഇഷ്ടം. അപ്പോൾ ഞാൻ അന്നത്തെ ദിവസം അവൾക്ക് സന്തോഷമാവുമല്ലോ, അങ്ങനെയാണ് ഞാൻ അത് തന്നെ വാങ്ങിച്ചത് ഗൈസ്. ഈ വീഡിയോ എടുക്കുമ്പം ശരിക്കും പറഞ്ഞാൽ ഒരു രാത്രി ഒരു 1:30 ആയിട്ടുണ്ടായിരിക്കും. അതുവരെ അവൾ ഉറങ്ങിയില്ല കേട്ടോ. പുതിയ ഗിഫ്റ്റൊക്കെ കിട്ടിയ സന്തോഷത്തിലാണ് ഗൈസ്. ഇത് പിറ്റേ ദിവസം ഒരു ഉച്ചയൊക്കെ ആയപ്പോൾ ഉള്ള കാര്യമാണ് കേട്ടോ. പിറ്റേ ദിവസം എൻ്റെ ചെറിയ മക്കളൊക്കെ വന്നിട്ടുണ്ടായിരുന്നു. ബാക്കി എൻ്റെ കുഞ്ഞമ്മയുടെ മോക്കും എല്ലാവർക്കും എക്സാമൊക്കെ ആയിരുന്നു കേട്ടോ. അപ്പോൾ അവർ വൈകുന്നേരമാണ് വന്നത്. അപ്പോൾ അതിന് മുമ്പേ തന്നെ നമ്മൾ ഡെക്കറേഷനൊക്കെ ചെയ്തു ഗൈസ്. ഇതെല്ലാം എൻ്റെയും ഏട്ടൻ്റെ ഐഡിയയിലാണ് കേട്ടോ ഇതെല്ലാം ചെയ്തത് നമ്മൾ ഗൈസ്. അവളെ 2 ബർത്ത്ഡേക്കും, അവളെ ഫസ്റ്റ് ബർത്ത്ഡേക്ക് സെക്കൻഡ് ബർത്ത്ഡേക്ക് നമ്മളിങ്ങനെ ഡെക്കറേഷൻ പുറത്തുനിന്നാണ് കേട്ടോ ചെയ്തത്. അവളെ 3rd ബർത്ത്ഡേക്കാണ് ഇതിപ്പം നമ്മൾ എന്നെ ഇങ്ങനെ ഡെക്കറേഷനൊക്കെ ചെയ്യണതും. ഇതൊക്കെ കുറേ ദിവസം കഴിയുമ്പോൾ ഈ വീഡിയോ എടുത്ത് വെച്ച് കണ്ടാലും എന്തോ പറയാനാണ്,
ഭയങ്കര സന്തോഷമായിരിക്കും ഗൈസ്. മറക്കാൻ പറ്റാത്ത കുറേ നല്ല ഓർമ്മകളാണ് ഗൈസ് ഈ വീഡിയോയിലുള്ളത് ഫുള്ളും. കുറേ ഇപ്പോൾ ഗൈസ് ബർത്ത്ഡേക്ക് കേക്ക് കട്ട് ചെയ്യാൻ വേണ്ടി എല്ലാവരും വന്നു കേട്ടോ. ഇതാണ് ഏട്ടൻ്റെ ചെറിയമ്മ, ചെറിയമ്മയുടെ മക്കള് എല്ലാവരും വന്നു. അങ്ങനെ ഞാനും എൻ്റെ ഏട്ടനും കൂടെ കേക്കൊക്കെ എടുത്ത് എല്ലാം സെറ്റ് ചെയ്യാണ്. ഗൈസ് അങ്ങനെ കേക്കൊക്കെ കട്ട് ചെയ്ത് എല്ലാവർക്കും കൊടുത്തതിന് ശേഷം, കേക്കൊക്കെ കൊടുത്തത് എൻ്റെ കുഞ്ഞമ്മയുടെ മോളും എൻ്റെ തനുക്കുട്ടനും കൂടെയാണ് കേട്ടോ എല്ലാവർക്കും കേക്കൊക്കെ കൊടുത്തത്. അതിനുശേഷം നമുക്ക് ഫുഡെല്ലാം നമ്മൾ അറേഞ്ച് ചെയ്ത് വയ്ക്കുകയാണ്. അപ്പോൾ നമുക്ക് ഫുഡായിട്ട് ബിരിയാണിയും ചിക്കനും ബെറോട്ടയും പിന്നെ കട്ട് ഫ്രൂട്ട്സും പിന്നെ സലാഡും പിന്നെ എന്തോന്നാണ് ഇത്രയും തന്നെയായിരുന്നു ഉണ്ടായിരുന്നത്. അപ്പോൾ ഫുഡെല്ലാം ഞങ്ങൾ തന്നെയാണ് കേട്ടോ ഉണ്ടാക്കിയത്. ഗൈസ് ഫുഡ് കഴിക്കേണ്ടവർ ഓരോരുത്തർ വിധം ഫുഡൊക്കെ കഴിച്ചുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഇത് എൻ്റെ കുഞ്ഞമ്മയുടെ മോളാണ് കേട്ടോ. അപ്പോൾ രണ്ടുപേരും കൂടെ സൈക്കിളൊക്കെ ചവിട്ടി കളിക്കുകയാണ്. ഇത്ര നേരമായിട്ട് ഫുഡൊന്നും കഴിക്കാത്ത വണ്ടിയെ കുറിച്ച് കാണിക്കും. ഫുഡൊന്നും നേരം കഴിച്ചില്ല, അതുകൊണ്ട് ഫുഡിന്റെ അഭിപ്രായം ചേച്ചി അങ്ങോട്ടും ഇങ്ങോട്ടും ഓടണം. ഓ യെസ് യെസ്. കുഞ്ഞമ്മ ഇതുവരെ കഴിച്ചില്ലല്ലോ. ഇതാണ് കഴിച്ചില്ല കുഞ്ഞമ്മ. ഗൈസ് ഇതാണ് എൻ്റെ അപ്പൂപ്പൻ, ഇതാണ് ഗൈസ് എൻ്റെ അനിയൻ, എൻ്റെ ചെറിയ മരമോൻ, ഇതെൻ്റെ അനിയത്തി. ഗൈസ് ഇതെൻ്റെ ഏട്ടൻ്റെ അമ്മ, ഇതെൻ്റെ അമ്മാമ്മ,
ഗൈസ് ഇവരെയൊക്കെ കഴിഞ്ഞ വ്ളോഗിലും പിന്നെ ഇനി വരാൻ പോകുന്ന വ്ളോഗിലും എല്ലാത്തിലൊക്കെ കാണാൻ പറ്റുന്ന ആൾക്കാരാണ് ഗൈസ്. ഞാൻ ഈ ഡ്രസ്സാണ് കേട്ടോ ബർത്ത്ഡേക്ക് ഇട്ടത്. ഞാനും എൻ്റെ അനിയത്തി ഒരുപോലത്തെ ഡ്രസ്സാണ് ഇട്ടത് ഗൈസ്. എല്ലാവരും ഫുഡൊക്കെ കഴിച്ച് പുറത്തിറങ്ങി പിന്നെ കുറേ നേരം കുറേ കാര്യമൊക്കെ പറഞ്ഞിരുന്നു. അത്രേ ഉള്ളൂ ഗൈസ്. ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കല്ലേ.